Evening all. MA English second year, Bharatiya University, MA English second year, African and American literature, African and American English studies. ആ ബുക്കിൽ ആണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേപ്പർ 8 ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെസൺ അല്ലെങ്കിൽ പോയട്രി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ ആഫ്രിക്കൻ ആൻഡ് അമേരിക്കൻ ലിറ്ററേച്ചർ എന്നുള്ള ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സോ ഏർലി സ്റ്റേജിൽ തന്നെ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ബ്ലാക്ക് മൂവ്മെന്റ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ബ്ലാക്ക് മൂവ്മെന്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ഇന്ത്യയിലൊക്കെ ഉള്ളതുപോലെ ഒരു കാസ്റ്റ് സിസ്റ്റമോ ഒക്കെ ഉണ്ടായിരുന്നത് പോലെ ബ്ലാക്സ് ആൻഡ് വൈറ്റ്സ് തമ്മിൽ ഒരു ഗ്രേറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരുപാട് ക്ലാഷസ് ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് ഈ ബ്ലാക്ക് മൂവ്മെന്റ്, ബ്ലാക്ക് പീപ്പിളിന് ഒരു റൈറ്റ്സും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ടിൽ ഈ ഒരു പീരീഡിൽ ബ്ലാക്ക് പീപ്പിളിന് ഒരു റൈറ്റ്സും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് എഴുതാൻ പാടില്ല, സ്കൂൾസിൽ പോകാൻ പാടില്ല, പേപ്പേഴ്സ് വായിക്കാൻ പാടില്ല. ഇങ്ങനെ വൈറ്റ് പീപ്പിളിനുള്ള റൈറ്റ്സിൽ കുറേ കാര്യങ്ങളൊന്നും അവർക്ക് അലോഡല്ല. സോ അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു ഒരു സ്ലേവറി, സോ വൺ കൈൻഡ് ഓഫ് സ്ലേവറി എന്ന് തന്നെ പറയാം. സോ അങ്ങനെ ഒരു പീരീഡ്. സോ അവിടെ ലിറ്ററേച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരുന്നു, സ്ലേവറി, റേഷ്യസം, ഇതൊക്കെയാണ് ഇതിൽ മെയിൻ പോയിന്റ്സ് ആയിട്ട് വരിക. The students can be benefited with the study of these talented writers. അപ്പൊ അതിനിടയിലും ബ്ലാക്ക് പീപ്പിളിന് ഇടയിൽ നിന്ന് ഒരു ടാലന്റഡ് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. സോ അവരെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ബുക്കിൽ പറയുന്നത്. ഈ ഒരു പീരീഡിന്റെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, റൈറ്റർ ഈസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഹിസ് സെൻസിബിലിറ്റി ഈസ് കണ്ടീഷൻ ബൈ ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഹാപ്പനിങ്സ് അറൌണ്ട് ഹിം. ദാറ്റ് മീൻസ് റൈറ്റർ എന്ന് പറയുന്നത് വേറൊരു ലോകത്ത് അല്ലെങ്കിൽ വേറൊരു വേൾഡിൽ ലീവ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. സോ എല്ലാ മെമ്പേഴ്സിനെയും, സൊസൈറ്റിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും പോലെ ഹീസ് ഓൾസോ ദ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ ബിലോങ്സ് ടു വിച്ച് സൊസൈറ്റി ഹി ബിലോങ്സ് ടു, ആ സൊസൈറ്റിയിൽ എന്താണോ നടക്കുന്നത് അതായിരിക്കും അവരെ, ഒബ്വിയസ്ലി അതായിരിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിഷയം. അതായിരിക്കും അവരുടെ സൊസൈറ്റിയിൽ വാട്ട് കൈൻഡ് ഓഫ് സൊസൈറ്റി ഇറ്റ് ഇസ്, വില്ലേജ് ആണെങ്കിലും ടൗൺ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സിറ്റിയിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളൊരു ലൊക്കാലിറ്റി ആണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, സർക്കംസ്റ്റൻസസ് ആയിരിക്കും അവർ റൈറ്റിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ ബിക്കോസ് ഈസ് ദ മെമ്പർ ഓഫ് ദ സെയിം സൊസൈറ്റി. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു റേഷ്യോ ഡിഫറൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് people have written about the fate of the black people in the world, progressively recreated by white men in their own image to their glory and their profit, in which the Negro became the poor motherless child of the spirituals and so many African folk tales. സോ ആ സമയത്ത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇങ്ങനെ ഒരു റേസ് ഡിഫറൻസ് ഉള്ള ഈ ഒരു പീരീഡ് ആയതുകൊണ്ട് തന്നെ they started writing against the white. Black people started writing against right. അവരുടെ ടാലന്റ് ഉണ്ടായിരുന്നു. സോ അവരനുഭവിച്ചിരുന്ന സ്ലേവറി അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ, അവരുടെ സർക്കംസ്റ്റൻസസ് എന്തായിരുന്നു എന്നുള്ളത് പബ്ലിക്കിനെ ഷോ ചെയ്യാൻ വേണ്ടി, എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി they started writing. അതിൽ പോയിന്റ്സ് ഒക്കെ അഗെയിൻസ്റ്റ് വൈറ്റ്, അഗെയിൻസ്റ്റ് എന്നല്ല, അവര് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇത് എന്തൊക്കെയായിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പീരീഡിൽ എനിവേ ലിറ്ററേച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ന്യൂ കൈൻഡ് ഓഫ് പോയട്രീസ് എമേർജ് ചെയ്തിരുന്നു. ദെൻ ആഫ്രിക്കൻ ടോൺ, സൗണ്ട്സ് ആൻഡ് റിതംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ദേ സ്റ്റാർട്ടഡ് എ ന്യൂ ലാംഗ്വേജ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. They had vitalized the English language and what's better, they had extracted a forgotten buried music from it. So ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനെയൊക്കെ മാറ്റി ഒരു ആഫ്രിക്കൻ ടോൺ, റിതം ഒക്കെയുള്ള ഒരു ന്യൂ ലാംഗ്വേജ് ആയിട്ട് തന്നെ അതിനെ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ദെൻ ഡ്രാമയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. റിച്വൽ തിയേറ്റേഴ്സ് ഒക്കെ വന്നതായിട്ട് പറയുന്നുണ്ട്. ആൻഡ് അതിൽ ഫേമസ് തിയേറ്റേഴ്സിനെ കുറിച്ചൊക്കെ, യൂറോബ തിയേറ്റർ, ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അലഞ്ചു, യൂറോബ, ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടായിരുന്ന തിയേറ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 16th, 17th, 18th സെഞ്ചുറീസിലാണ് ഇതൊക്കെ മോസ്റ്റ്ലി നടന്നിരുന്നത്. ആൻഡ് so from the beginning, black writers have produced a literature of social protest and human enlightenment. ആണല്ലോ. സോ അവരുടെ സോഷ്യൽ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സൊസൈറ്റി, അവരിരിക്കുന്ന സൊസൈറ്റിയെ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് ദി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എന്ന് ആദ്യമേ പറഞ്ഞു. ആൻഡ് ഒരു
250 ഇയേഴ്സിന്റെ സ്ലേവറിയാണ് ഇവര് ഫേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ റൈറ്റിംഗ്സിലെല്ലാം ലിറ്ററേച്ചറിലെല്ലാം ആ ഒരു ടോൺ ഉണ്ടാവും, ആ സ്ലേവറിയുടെ ഒരു ടോൺ ഉണ്ടാവും, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ടോൺ ഉണ്ടാവും. ദെൻ അവർക്കൊന്നും തന്നെ അലോഡ് ആയിരുന്നില്ല. Black writing did not come into being as a result. Some black persons desired to exercise inspirational muse. ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇറ്റ് വാസ് എ ലീഗൽ ക്രൈം ഫോർ ദ ബ്ലാക്സ് ടു റീഡ് ആൻഡ് റൈറ്റ്. ബ്ലാക്ക് പീപ്പിളിന് റീഡ് ആൻഡ് റൈറ്റ് എന്നുള്ളത് ലീഗൽ ക്രൈം ആയിരുന്നു. അവർക്ക് പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു ക്രൈം പോലെ, അത്രയും ക്രിമിനൽ ഒരു ഹാപ്പനിങ് ആണെന്ന് പറയുന്നുണ്ട്. വായിക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല, അങ്ങനെ അതിനെ കുറിച്ച് അത്രയും സീരിയസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ദെൻ അപ്പോൾ ഇങ്ങനൊരു ഇൻട്രൊഡക്ഷനിലാണ് നമ്മൾ ആഫ്രിക്കൻ അമേരിക്കൻ ലിറ്ററേച്ചർ തുടങ്ങുന്നത് തന്നെ. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ഒരു സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതില് തുടങ്ങുന്ന, അപ്പൊ ഇങ്ങനെ ഒരു പീരീഡിൽ, ഈ ഒരു 17 to 19th സെഞ്ചുറി വരെയുള്ള ഈ ഒരു പീരീഡിൽ ബ്ലാക്ക് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് വൈറ്റ് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് പീപ്പിളിന്റെ ഇടയിൽ നിന്നും വന്ന ലിറ്ററേച്ചറിന് വേണ്ട കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ബുക്കിൽ ഫുള്ളായി പഠിക്കുന്നത്. സോ ഫസ്റ്റ് ഇസ് ദ പോയം കോഫി ജോർജ് അവനൂർ വില്യംസ്. അതാണ് ഫുൾ നെയിം. കോഫി ജോർജിന്റെ പോയമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഘാനയിലുള്ള ഒരു ഫേമസ് പോയിറ്റ് ആണ്, യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു, ലേറ്റർ ബിക്കം അംബാസഡർ ടു ദ യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെ ഇൻട്രൊഡക്ഷൻ കുറെ പറഞ്ഞിട്ടുണ്ട്. ദ ഫസ്റ്റ് പോയം ഇസ് ദ സീ ഈറ്റ്സ് ദ ലാൻഡ് അറ്റ് ഹോം. സിമ്പിൾ പോയമാണ്, വലിയൊരു ടഫ് ആയിട്ടുള്ള ഒരു പോയം ഒന്നും പറയാനില്ല. ഒരു ഡേർഡ്സ് ആണ്. ഡേർഡ്സ് എന്ന് പറയുന്നത് മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള സോങ്, അല്ലെങ്കിൽ ലോസ് ചെയ്തവർക്ക് വേണ്ടിയുള്ള ഒരു സോങ് എന്ന് പറയും. ഡേർഡ്സ് ആണ് ഇതൊരു പോയം, ടൈപ്പ് ഓഫ് പോയം എന്ന് പറയുന്നത്. ജോർജ് ഓർണോസ് മദർ വാസ് വെൽ വേഴ്സ്ഡ് ഇൻ സിംഗിങ് ഇൻ ട്രഡീഷണൽ ഡേർഡ്സ്. ട്രഡീഷണലി ഡേർഡ്സ് എഴുതുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ കോഫി ഓർണോറിന്റെ മദർ തന്നെ. സോ ഇതില് ഒരു സീ, കടലിന്റെ ഒരു ക്രുവാലിറ്റിയെ കുറിച്ച്, നാച്ചുറൽ കലാമിറ്റീസ് ആണ്. സോ സീന് ഒരു ക്രുവാലിറ്റിയെ കുറിച്ചാണ് ഈ പോയമിൽ പറയുന്നത്. ഡിസ്ട്രോയ്സ് ദ തിങ്സ് ഇസ് ബ്രോട്ട് ഔട്ട്. Cruel way the sea enters the houses and destroys the sea. ഒരു ഫ്ലഡ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇത് ഫ്ലഡ് വരുന്ന സമയത്ത് നോർമൽ ഹൗസസിൽ, സീഷോറിൽ താമസിക്കുന്ന വീടുകളിലേക്ക് വെള്ളം എങ്ങനെ കയറി വരുന്നതും അതിലുള്ള സാധനങ്ങളൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു സിമ്പിൾ പോയമാണ്. അതാണ് പോയത്തിന്റെ പേര് പോലെ തന്നെ പോയറ്റ് സേസ് ദ സീ ഈറ്റ്സ് ദ ലാൻഡ് അറ്റ് ഹോം എന്ന വേർഡ് നെയിം തന്നെ വരാനുണ്ടായ കാരണം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രോയ്സ് ദ വാൾസ് ഓഫ് ഹൗസസ് ആൻഡ് ക്യാരീസ് അവേ ദ ലൈഫ് സ്റ്റോക്ക്. വുമൻ മോൺ ആൻഡ് ഓൾ ആർ ഹെൽപ്ലെസ് വിത്ത് നോ റെസ്പെക്ട് ഫ്രം ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദ വേവ്സ് ഓർ ഹെൽപ്പ് ഫ്രം ദ ഗോഡ്സ് ഹു ആർ നോട്ട് കമ്മിങ് ടു ദെയർ റെസ്ക്യൂ. ആരും തന്നെ അവർക്ക് റെസ്ക്യൂ ചെയ്യാൻ വരുന്നത്, നമുക്ക് ഇപ്പോഴൊക്കെ ഇന്ത്യയിലൊക്കെ ഫ്ലഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര്, ചെറുതായിട്ടൊന്ന് വെള്ളം കയറുമ്പോൾ തന്നെ ഒരുപാട് പേര് റെസ്ക്യൂവിന് ഉണ്ടാവുന്നു. അപ്പൊ അന്ന് ഇതൊരു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ റെസ്ക്യൂ ചെയ്യാനൊന്നും ആരും വന്നിരുന്നില്ല. അപ്പൊ ഓരോ വീടുകളിലും അവര് സഫർ ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ വെള്ളം കയറുമ്പോൾ ലൈഫ് സ്റ്റോക്ക് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നതും അവരുടെ വാൾസ് ഒക്കെ വീണ് പോകുന്നതും വീട് മുഴുവൻ വീണ് പോകുന്നതും കണ്ടുകൊണ്ടിരിക്കുക. അവർക്കതിൽ അവിടുന്ന് മൂവ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഹൗ ദേ സഫർ, അതിനെ കുറിച്ചാണ്. അത്രയും ചെറിയൊരു പോയമാണ്. ലിസ്റ്റ് ഔട്ട് ദ നെയിംസ് ഓഫ് വുമൻ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഓൾ ദ വിക്ടിംസ്. അതിലുണ്ടായിരുന്ന വിക്ടിംസിന്റെ പേരുകൾ തന്നെ പറഞ്ഞുകൊണ്ട് പോയം എഴുതിയിട്ടുണ്ട്. അക്കു എന്ന് പറയുന്ന ഒരു ലേഡിയെ കുറിച്ച് പറയുന്നത്. അറ്റൻസിൽസ് ആർ ലോസ്റ്റ് ഇൻ ദ ആംഗ്രി വാട്ടേഴ്സ് ടേക്ക് ദ ലൈഫ് സ്റ്റോക്ക് അവേ. അവരുടെ ഡിഷസ് ഒക്കെ പോയതായിട്ട് പറയുന്നത്. അദീന മറ്റൊരു ലേഡി. മോൺസ് ലോസ് ഓഫ് എ ട്രിങ്കറ്റ്സ് ഫോംഡ് പാർട്ട് ഓഫ് എ ഡൗറി ആയിട്ട് കിട്ടിയത് നഷ്ടപ്പെട്ടു പോയത്. ബട്ട് ദ ഇൻഡിവിജ്വൽ സോറോ ആൻഡ് സെൻസ് ഓഫ് ലോസ് ഓൺ ദ പാർട്ട് ഓഫ് ദീസ് ഹെൽപ്ലെസ് വുമൻ ആർ ഇൻസിഗ്നിഫിക്കന്റ് വെൻ കമ്പയർഡ് ടു ദ വേവ്സ് ദാറ്റ് ബ്രേക്ക് ദ banks of the boats and continue to ebb and flow and drown the noise of whipping and walls of human beings. ഇതിനെക്കാട്ടിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ കടലിന് നടുവിലൂടെ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന, ഷിപ്പിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും തന്നെ റെസ്ക്യൂ ചെയ്യാനോ, അല്ലെങ്കിൽ ഇവർക്ക് ലൈഫ് സ്റ്റോക്ക് അവരുണ്ട്, അവരുടെ സാധനങ്ങൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അവർക്ക് അവരുടെ ലൈഫ് തന്നെ ക്വസ്റ്റ്യൻ മാർക്കിൽ ഇരിക്കുന്ന കുറെ ആളുകളുടെ ഡേഞ്ചറസ് സിറ്റുവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ ഒരു പോയത്തിൽ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കോമൺ പീപ്പിൾ, അല്ലെങ്കിൽ സീഷോറിൽ താമസിക്കുന്ന ആളുകൾ സഫർ ചെയ്യുന്ന ഒരു പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച്. റിതം ഓഫ് ലൈഫ്, ആ കാലത്ത് ഉണ്ടായിരുന്ന നാച്ചുറൽ കലാമിറ്റീസ്, ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള നാച്ചുറൽ കലാമിറ്റീസിന് എങ്ങനെയാണ് ദേ ആർ പ്രിപ്പയർഡ്. നാച്ചുറൽ കലാമിറ്റീസ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ഫസ്റ്റ് ടൈം ഫ്ലഡ് വരുമ്പോൾ അതൊരു വലിയ ഒരു റിസ്കി ഫാക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിരുന്നു. ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ വി ആർ സപ്പോസ് ടു, അല്ലെങ്കിൽ യൂസ് ടു.
അതിനെ എക്സ്പെക്ട് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആണ്. അതിനേക്ക് നമ്മൾ പ്രിക്കോഷൻസ് എടുത്തു തുടങ്ങി. വീടൊക്കെ കെട്ടുമ്പോൾ തന്നെ അതിനെ സ്ട്രോങ് ആക്കി തുടങ്ങി. അങ്ങനെ കുറെ പ്രിക്കോഷൻസ് എടുത്തു തുടങ്ങി. സോ ആ കാലത്ത് അങ്ങനെ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ ഒരു കോമൺ ഹ്യൂമൻ ബീയിങ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ലിസ്റ്റ് ഓഫ് വിമൻ എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് അതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു നാച്ചുറലി സാധാരണക്കാരായ ആളുകളുടെ വീടുകളിൽ സംഭവിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഹൗ ദേ ആർ ഫേസിങ് ഇറ്റ്, അവർക്ക് എന്തൊക്കെ നഷ്ടമാവുമ്പോഴാണ് ദേ ഡു ഫീൽ, അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് സെൻസ് ഓഫ് ലോസ്. അപ്പൊ അത് എങ്ങനെയാണ് ഹെൽപ്ലെസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അവർ റെസ്ക്യൂ ചെയ്യാൻ ആരും വരുന്നില്ല, ഈവൻ ഗോഡ്. അപ്പൊ ഈ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെയാണ്, എന്തിനെയൊക്കെ കമ്പയർ ചെയ്യും, ബോട്ട്സിനെ തന്നെ വേവ്സ് ബ്രേക്ക് ഔട്ട് ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷനിൽ അതാണോ വലിയ ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വലിയ ലോസ് എന്ന് പറയാൻ പറ്റുക, അല്ലെങ്കിൽ ഈ വിമന്റെ ലൈഫ് സ്റ്റോക്ക് പോകുന്നതാണോ ഗ്രേറ്റ് ലോസ് എന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത, കമ്പാരിസൺ ഇല്ലാത്ത ഒരു ലോസിനെ കുറിച്ചാണ് ഈ പോയട്രിയിൽ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. So rhythm of life. Thus the poem symbolizes the rhythm of life with its ebb and flow of sea in comparison to the rhythm of human life. Rhythm of life with its ebb. അപ്പൊ ഈ രണ്ട് ഇതിലുള്ള തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്, ഹ്യൂമൻ ലൈഫിന്റെ കമ്പാരിസനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മോൺഫുൾ സോങ്സ് among the villages of India also. Such chanting is common among the fisherfolk who lives close to the sea. ഇങ്ങനെ എപ്പോഴും മോൺ ചെയ്തോണ്ട്, എപ്പോഴും ഇങ്ങനെ ഇത് ചെയ്തോണ്ടിരിക്കുക, ഇങ്ങനെ അയ്യോ എൻ്റെ അത് നഷ്ടപ്പെട്ടത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോയം ഇങ്ങനെയാണ് ഇതിൽ കൺക്ലൂഡ്. വളരെ ചെറിയ പോയംസ് ആണ്, ചെറിയ പോയംസ് ആണ് ഇതിലുള്ളത്. ഇങ്ങനെയാണ് ഇത് കൺക്ലൂഡ് ചെയ്തത്. സോ MA ഇംഗ്ലീഷ് ആഫ്രിക്കൻ ആൻഡ് അമേരിക്കൻ ലിറ്ററേച്ചറിൽ ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പോയംസിൽ നിന്നാണ്. സോ പോയംസിൽ ഫസ്റ്റ് പോയം വളരെ സിമ്പിൾ പോയം, ഒരു സ്മോൾ പോയം ആണെന്ന് പറഞ്ഞു. ഇതിലെല്ലാം ചെറിയ പോയംസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിലും ഒരു സിംഗിൾ പോയം ആയിരിക്കില്ല. കമ്പാരിസൺ ഒരേ ഓത്തറുടെ 2-3 പോയംസ് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരേ തീമുള്ള പോയംസ് കമ്പയർ ചെയ്യാനോ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ എല്ലാ 2-3 പോയംസ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് തന്നെ എഴുതേണ്ടി വരും. അങ്ങനെയായിരിക്കും എഴുതേണ്ടി. So the next poem is Kofi Anun's തന്നെ നെക്സ്റ്റ് പോയം ആണ്. The poem we have found a new land. ഇതിന് ആക്ച്വലി 2 നറേറ്റേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. കോഫി അനൂറിന്റെ തന്നെ പോയം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതില് ട്രഡീഷണൽ ആഫ്രിക്കൻ വിസ്ഡം ആൻഡ് സിംപ്ലിസിറ്റി റിപ്പോർട്ട്സ് വാട്ട് ദ യങ് പീപ്പിൾ ഹു ഹാവ് ക്രോസ്ഡ് ഓവർ ടു മോഡേണിസം. അതായത് ഒരു ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ലിവിംഗിൽ നിന്ന് ദേ മൂവ് ടു ദ മോഡേൺ ടൈപ്പ് ഓഫ് ലിവിംഗ്. അതിനെ കുറിച്ചാണ് മൂവ് ടു ദ ന്യൂ ലാൻഡ് അല്ലെങ്കിൽ വി ഹാവ് ഫൗണ്ട് എ ന്യൂ ലാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു മൂവിങ് ടെൻഡൻസി, ഒരു ഹോൾ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഡ്രസ്, ട്രഡീഷണൽ വേ ഓഫ് ലൈഫ് സ്റ്റൈൽ, അപ്പൊ ഇതിലൊക്കെ അവരുടെ ബ്ലാക്ക് പീപ്പിളിന് ഒരു ചേഞ്ച് വന്നിട്ട് ദേ സ്റ്റാർട്ടഡ് ലേണിംഗ്, റീഡിങ്, റൈറ്റിംഗ്. അപ്പൊ അതിൽ നിന്ന് അവരുടെ തന്നെ ഒരു ലാൻഡ്, അതായത് ഫൗണ്ട് എ ന്യൂ ലാൻഡ് എന്ന് പറയാൻ കാരണം ഈ സഫറിങ് പീപ്പിൾ എല്ലാം ഗാദേർഡ് ടു എ പ്ലേസ്, ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരൊരു ന്യൂ ലാൻഡിലേക്ക് വരുന്ന പോലെ. അപ്പൊ ഇവരുടെയൊക്കെ എഫക്ട്, വൈറ്റ് പീപ്പിളിന്റെ എഫക്റ്റ് ഒക്കെ ഉണ്ട്, എല്ലാ എഫക്റ്റും ഉണ്ട്. സോ അതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവർക്ക് അവരുടെ ട്രഡീഷണൽ ഇതെല്ലാം മാറിയിട്ട് അവരുടെ മോണോട്ടണസ് പ്രൊഫഷൻസ്, ഡ്രസ്, ഇലാബറേറ്റ് 3-piece suits, അതായിരുന്നു അവരുടെ ഡ്രസ് ഉണ്ടായിരുന്നു. സ്വെറ്റ് ത്രൂ ഹാർഡ് ലേബർ, lose their humanity or humanness in small measures. They work so hard that their sweat becomes blood. അങ്ങനെ സ്വെറ്റ് ബ്ലഡ് ആവുന്നത് വരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഇതിലേക്ക് അവർ മാറിയിരിക്കുന്നു. They have found a new land even while they are in the land of living. അവരിയ്ക്കുന്ന ലാൻഡ് തന്നെയാണ് ന്യൂ ലാൻഡ് എന്ന് പറയുന്നതിന് കാരണം വേറൊരു സിറ്റുവേഷനെയാണ് അവര് ന്യൂ ലാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബ്ലാക്ക്നെസ് ഓർ ബ്ലാക്ക് കോംപ്ലക്ഷൻ കൊണ്ട് അല്ല ഡിസ്ക്രിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് ദർ ആൻഷ്യന്റ് സോങ്സ് ആർ ഡ്രൈയിങ് ഓൺ ദ ലിപ്സ് ഇൻ സച്ച് എ സിറ്റുവേഷൻ. അപ്പൊ ശരിക്കും ബ്ലാക്ക് വൈറ്റ്, ഇതൊരു ബ്ലാക്ക് ഏരിയ, വൈറ്റ് ഏരിയ, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ അല്ല ഡിസ്ക്രിമിനേഷൻ ചെയ്തിരിക്കുന്നത് എങ്കിലും ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ ആയിപ്പോകും. ഒരേ കൺസെപ്റ്റിൽ ഒരേ സഫറിങ്സ്, ഒരേ വാല്യൂസ് ഉള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി ഒരേ ഏരിയയിലേക്ക് ഇരിക്കുന്നത് സാധാരണമാണ്. ആൻഡ് ഇവിടെ ട്രാൻസിഷൻ ഫ്രം ട്രഡീഷൻ ടു മോഡേണിറ്റി ആസ് ഹെൽഗേറ്റ്, from where he watches all those who give up their identity as Africans and make fun of people like himself who still wear their traditional attire. ഇവിടെ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ബ്ലാക്ക് പീപ്പിളിന് തന്നെ വൈറ്റ് പീപ്പിളിന്റെ എഫക്റ്റ് കുറച്ച് ഉള്ളത് കൊണ്ട് ദേ സ്റ്റാർട്ടഡ് ലിവിങ് ഇൻ ദ സെയിം ഏരിയയിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ തന്നെയാണെങ്കിലും
അവർക്ക് കുറച്ച് മോഡേണിസം അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ, ചേഞ്ചസ് വരുന്നു, വേ ഓഫ് ഡ്രസ് സ്റ്റൈൽ, ലൈഫ് സ്റ്റൈലിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അവർക്കിടയിൽ തന്നെ ദേ മേക്ക് ഫൺ ഓഫ് ട്രഡീഷണൽ മെത്തേഡ്സ്. ഈ മോഡേണിലേക്ക് മാറിയ ആളുകൾക്ക് ട്രഡീഷണൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഡ്രസ് സ്റ്റൈലായാലും ഫുഡ് സ്റ്റൈലായാലും അതിനെയൊക്കെ കളിയാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക്, ഇത് നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ളത് തന്നെ, അതിനെ കമ്പയർ ചെയ്താൽ മതി. ഇവിടെയും ഉള്ളത് തന്നെ, നമ്മളുടെ നാട്ടിൽ തന്നെ, നമ്മളുടെ ഈ പാലക്കാട് തന്നെ ജീവിച്ചിട്ട് നമ്മളുടെ ഒരു ഹൈ ആയിട്ടുള്ള വേ ഓഫ് ഡ്രസ്സിങ് സ്റ്റൈലും, രാവിലെ ബ്രെഡും ആപ്പിൾ ജ്യൂസ് മാത്രം ഭക്ഷിക്കുക, ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിക്കില്ല, പിന്നെ വേ ഓഫ് ഡ്രസ്സിങ്, ഇംഗ്ലീഷ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ഒക്കെ ചെയ്തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിടയിലുള്ള നമ്മളെ പോലത്തെ ആളുകളെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കളിയാക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരില്ലേ? അതേപോലെ തന്നെ ബ്ലാക്ക് പീപ്പിളിന് അവിടെ തന്നെ ജീവിക്കുന്ന ആളുകൾ തന്നെ കുറെ ആളുകൾ ട്രഡീഷണലും കുറെ ആളുകൾ മോഡേണും ഫോളോ ചെയ്യുമ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു ഫൺ അല്ലെങ്കിൽ ടീസിങ് മെന്റാലിറ്റി കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ചേഞ്ച് ഓവർ ആയിരുന്നു, മേക്ക് ഓവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. So ഇവിടെ tears well up in his eyes and weeps for those of his number who cross over to green pastures and forfeit a wonderful experience of being oneself. അപ്പോൾ മാറുക അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ആവുക, മേക്ക് ഓവർ ഉണ്ടാവുക എന്നുള്ളത് ദേ ചോയ്സ്. മാറണം, അവര് അതിലേക്ക് മാറിയതിൽ സാറ്റിസ്ഫൈഡ് ആയവരും മാറാതെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതിൽ സാറ്റിസ്ഫാക്ഷൻ ഉള്ളവരും ഉണ്ട്. സോ അവരുടെ ആ വൺ സെൽഫിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക തന്നെ വേണം എന്നുള്ളത് ഒരു കാറ്റഗറി. ദെൻ നറേറ്റർ പറയുന്നത് എന്താ വെച്ചാൽ, ദേ ആർ ലിവിങ് ഇൻ ആൻ ആർട്ടിഫിഷ്യൽ ലൈഫ്, ഡ്രൈ ആൻഡ് നോട്ട് നാച്ചുറൽ. ചേഞ്ച് ആകുമ്പോൾ എപ്പോഴും ട്രഡീഷണൽ മെത്തേഡിൽ കാലങ്ങളായി ഫോളോ ചെയ്ത് വരുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് ദറ്റ് ഇസ് നാച്ചുറൽ. അതിൽ നിന്ന് മോഡേണിസത്തിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ദറ്റ് ഇസ് നോട്ട് എ നാച്ചുറൽ ലൈഫ് എന്ന് നറേറ്ററുടെ ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഡ്രൈ, നോട്ട് നാച്ചുറൽ. ദേ ഹോപ്പ് ടു ഫെച്ച് their wagons to the so far stars but have reached only the horizon where the moon is. വളരെ ദൂരം പോകാനാണ് അവർ എയിം ചെയ്തതെങ്കിലും അതിന്റെ കുറച്ച് ദൂരം മാത്രമേ അവർ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഡ്രൈ, അവർ അവിടെയിട്ട് എത്തിയതും ഇല്ല, ഇവിടുന്ന് വിടുകയും ചെയ്തു എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും പൊതുവേ ഇങ്ങനെ ചേഞ്ച് ആവുന്നവരുടെ ഒരു കൺസെപ്റ്റ്. ഇവിടെ എല്ലാം മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഇതിലേക്ക് മേക്ക് ഓവർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് മാറ്റാൻ പറ്റണം. ആ ഒരു കൺസെപ്റ്റിലേക്ക് മുഴുവനായിട്ട് മാറ്റാൻ പറ്റണം. അങ്ങനെ ഒരിക്കലും ഒരാൾക്ക് മാറ്റാൻ പറ്റും. ഒരു ട്രഡീഷണലി കുറെ കാലം ഒരു സ്റ്റൈൽ ഓഫ് ലിവിൽ ജീവിച്ചു വന്നിട്ട് പെട്ടെന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വി കനോട്ട് ചേഞ്ച് ലൈക്ക് ദിസ്. കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ഓവർ നമുക്ക് പറ്റിയിട്ട് നോർമൽ ഹ്യൂമൻ ബീങ്സിന് പറ്റില്ല എന്നുള്ളതാണ് നറേറ്ററുടെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ സോ ഫാർ വളരെ ദൂരത്ത് എത്തിച്ചേരാൻ ഉണ്ടായിരുന്നത് കുറച്ച് ദൂരം മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദെൻ അപ്പോൾ അവിടെയും പറയുന്നത് they can only exchange their dead songs to the people on the other side and they think they can return to the wisdom of their ancestors, which is not possible because they have followed an illusion and stopped halfway. So traditional methods like തന്നെ തിരിച്ചു വരാമെന്നും ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. വിസ്ഡം ഓഫ് ആൻസസ്റ്റേഴ്സ് എന്തിനാ വെച്ചാൽ പഴയ കാലത്തുള്ള ആളുകളുടെ വിസ്ഡമിനെ ഒന്നുകൂടെ എടുക്കാൻ വേണ്ടിയിട്ട് വരണമെന്ന് പറയുന്നുണ്ട്. they have followed an illusion. അപ്പോൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിനാണ് പിന്നെ പോയത്? അല്ലെങ്കിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്താൽ പോരെ? നറേറ്ററുടെ ഓൺ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അത് ഇമ്പോസിബിൾ ആണ്. തിരിച്ച് ആൻസസ്റ്റേഴ്സിന്റെ മെത്തേഡിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ബിക്കോസ് ദേ ഹാവ് ഫോളോഡ് എൻ ഇല്യൂഷൻ. ഇപ്പൊ ഇത്രയും കാലം ഫോളോ ചെയ്തതൊക്കെ ഒരു ഇല്യൂഷൻ ആയിരുന്നു, ഇത് നടക്കാത്ത വിഷയമായിരുന്നു, അല്ലെങ്കിൽ പ്രാക്ടിക്കലി സ്റ്റോപ്പ് ഹാഫ് വേ, എന്നിട്ടത് മുഴുവൻ എത്തിയതുമില്ല, ഹാഫ് വേയിൽ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അപ്പൊ തിരിച്ച് പഴയ ട്രഡീഷണൽ മെത്തേഡിലേക്ക് വരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. They have reached the moon, not the stars. അതിന്റെ ഒരു കമ്പാരിസൺ പറയുന്നത് അതാണ്. സ്റ്റാർസിലേക്ക് പോകണോ എന്നുള്ള ഉദ്ദേശിച്ചാണ് ഇവിടുന്ന് അങ്ങോട്ട് ട്രഡീഷണൽ മെത്തേഡ് വിട്ട് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മോഡേൺ മെത്തേഡിലേക്ക് മാറിയത്. പക്ഷേ ജസ്റ്റ് റീച്ച് ദ മൂൺ, അതാണ്, അതിനെയാണ് അവിടെ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇല്യൂഷനിൽ ഇങ്ങനെ കുറച്ചു ദൂരം പോയി, പക്ഷെ അവർക്ക് മുഴുവനായിട്ടും പോകാൻ പറ്റില്ല എന്നുള്ള കൺസെപ്റ്റ് തിരിച്ചു വരുമ്പോൾ റിയലൈസ് ചെയ്യുമ്പോൾ they want to come back to the traditional method. That is also not possible. കുറച്ചു ദൂരം ഇല്യൂഷൻസിലേക്ക് പോയി അവരിൽ ചില ചേഞ്ചസ് ഒക്കെ വന്നതുകൊണ്ട് വീണ്ടും ഒരു കംപ്ലീറ്റ്ലി ട്രഡീഷണൽ മെത്തേഡ്സിലേക്ക് തന്നെ വരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആണെന്ന് നറേറ്റർ പറയുന്നുണ്ട്. ദെൻ their idealism makes them sensitive to faults that they see in their own people. അത് തന്നെ അവരുടെ ഇടയിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ടീസിങ് മെന്റാലിറ്റി കൊണ്ടുവന്നത് പോലെ അവർക്കിടയിൽ തന്നെ ഈ ചേഞ്ച് ഓവർ അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചസിനെ അവർക്കിടയിൽ തന്നെ ആ ഫോൾസിനെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. The love for their countrymen does not make them blind to their errors. They believe that their points will help their people to live better lives. അപ്പൊ ഇങ്ങനെ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മോഡേണിലേക്ക് മാറിയവർ മോഡേണിൽ നിന്ന് they want to come back to the traditional methods. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആവട്ടെ ഈ റൈറ്റേഴ്സ്, ബ്ലാക്ക് റൈറ്റേഴ്സിന്റെ, ബ്ലാക്ക് പീപ്പിളിന്റെ ഈ റൈറ്റിംഗ്സ്, ലിറ്ററേച്ചർ പീസസ്, ലിറ്ററേറ്റീവ് പീസസ് അവർക്കൊരു മോട്ടിവേഷൻ എങ്കിലും ആവും, കുറച്ചെങ്കിലും അവർക്കൊരു
ബ്ലൈൻഡ് ആയിരുന്ന അവരുടെ എറേഴ്സിനെയൊക്കെ മാറ്റാൻ റിമൂവ് ചെയ്യാൻ പറ്റട്ടെ. Newfoundland could be rejecting the old way of life and embracing new ideas and ways of life. അപ്പൊ ന്യൂഫൗണ്ട്ലാൻഡിൽ എന്ന് പറയുന്നത് എത്തിച്ചേർന്നു. ന്യൂഫൗണ്ട്ലാൻഡിലേക്ക് ഏതായാലും ഓൾഡ് ലാൻഡിലെ അവർ വിട്ടു, ന്യൂഫൗണ്ട്ലാൻഡിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അതില് ന്യൂ ഐഡിയാസ് ആൻഡ് ന്യൂ വേസ് ഓഫ് ലൈഫ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഇതില് lamenting the materialism that is corrupting the traditional values of their African people. Some of them have lost their ability to communicate with Africa. അവരുടെ ട്രഡീഷണൽ മെത്തേഡ് കംപ്ലീറ്റ്ലി മൂവ് ചെയ്ത് ലാംഗ്വേജ് പോലും മാറ്റി എന്ന് പറയുന്നുണ്ട്. റിതം ടോൺ ഒക്കെ മാറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലാംഗ്വേജും എല്ലാം മാറി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്ന ആഫ്രിക്കൻ പീപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിലേക്ക് പിന്നെ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നാട്ടിൽ നിന്ന് തന്നെ മാറി വന്നു, അപ്പൊ തിരിച്ച് അതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നൊരു കൺസെപ്റ്റ്. അപ്പൊ അത്രയും ചേഞ്ച് ഓവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിൽ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു ഈ ബുക്ക് ഫുള്ള് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൽ ഒരു പോയം മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല. കോഫി അലോറിന്റെ പോയംസ് ഓൺ ബ്ലാക്ക് പീപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രവേഴ്സിയെ കുറിച്ച് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അല്ലെങ്കിൽ നറേറ്റേഴ്സ് ഒപ്പീനിയൻ അല്ലെങ്കിൽ കോഫി അനോസ് വ്യൂ പോയിന്റ് ഓൺ ദിസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് കോൺഫ്ലിക്റ്റ്, ഇങ്ങനെ ഒരു കൺസെപ്റ്റ്. അപ്പൊ 2 പോയം ചേർത്ത് എഴുതണം, 2 പോയിന്റിനും എക്സ്പ്ലെയിൻ ചെയ്യണം, അതിന്റെ കമ്പാരിസൺ, അതിന്റെ കൺക്ലൂഷൻ, അതിനൊരു ഇൻട്രൊഡക്ഷൻ. 2 പോയം എഴുതുന്നത് പോലെ തന്നെ ഒരു ഓത്തർ ഇൻട്രൊഡക്ഷൻ ഒരെണ്ണം, 2 പോയംസ് അതിന്റെ ഹെഡിങ് കൊടുത്ത് ഇൻ ദ നെക്സ്റ്റ് പോയം ഹി വോണ്ട്സ് ടു എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് പോയം എഴുതി വേണം ഈ പോയം കൺക്ലൂഡ്